ഹേ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്ലോ എഫക്റ്റ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഫുട്ബോൾ എഡിച്ചിലൊക്കെ ആ ഒരു ജേഴ്സി ഗ്ലോ എഫക്റ്റ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. സോ ഞാൻ ഇപ്പോൾ ഇവിടെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ ഒരു ഫുട്ബോൾ ക്ലിപ്പ് വന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നിപ്പോൾ ഫിൽഫോണിന്റെ ഒരു ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കലാണ്. ദെൻ നമ്മൾ താഴെയുള്ള ആ ഒരു ലെയർ ഒന്ന് ഓഫ് ആക്കിയിട്ട് നമ്മൾ മുകളിലെ ലെയർ മാത്രം ഓൺ ആക്കിയിട്ട് ഈ ഒരു കണ്ണിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക. അതായത് മുകളിൽ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സിൽ വരാം, ആഡ് എഫക്ട്സിൽ വരാം. എന്നിട്ട് നമ്മൾ ക്രോമാക്കി എന്ന് പറഞ്ഞ ആ ഒരു എഫക്ട് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കീ കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു പെൻ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജേഴ്സിയുടെ കളർ വന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. നമ്മൾ താഴേക്ക് വന്നിട്ട് ഇവിടെ താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടുണ്ടാവും. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു എഫക്റ്റിന്റെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മാത്രമേ ഈ ഒരു എഫക്റ്റിൽ ചെയ്യാനുള്ളൂ. ദെൻ നമ്മൾ അടുത്തൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആഡ് എഫക്ട്സിൽ വന്നിട്ട് സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ റീസൺസിൽ വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെർച്ചിന്റെ ഓപ്ഷനിൽ വന്നിട്ട് സോഫ്റ്റ് ഗ്ലോ എന്ന് ഇതേപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരും സോഫ്റ്റ് ഗ്ലോ എന്നുള്ള എഫക്റ്റ്. ഓക്കെ, അപ്പൊ ഞാനിത് ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ചധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് നമ്മളൊരു 0.40 അല്ലെങ്കിൽ 35 ആ റേഞ്ചിൽ വെക്കാം. അതായത് 35 to 40 റേഞ്ചിൽ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബ്രൈറ്റ്നസിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ബ്രൈറ്റ്നസ് വന്ന് നിങ്ങൾക്ക് എത്ര ബ്രൈറ്റ്നസ് ആണോ നിങ്ങളുടെ ആ ഒരു ഗ്ലോക്ക് വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു 180 സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ലാസ്റ്റ് വേണമെങ്കിൽ. നമുക്ക് അടുത്തതായിട്ട് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. കോൺട്രാസ്റ്റ് ഇപ്പോൾ 20 ഉണ്ടാവുക, ഞാൻ അതൊന്ന് ഒരു 30 കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ താഴെയായിട്ട് ഹൈലൈറ്റ് ഉണ്ടാവും. ഹൈലൈറ്റ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 100% സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഇതിന്റെ താഴെ വന്ന് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. കളർ വന്നിപ്പം ജേഴ്സി ബ്ലൂ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾ ഏതൊരു ജേഴ്സിയുടെ കളറാണോ മീൻസ് ചൂസ് ചെയ്തത് ആ ഒരു ജേഴ്സിയുടെ കളർ ഒന്ന് കൊടുക്കുക. ദെൻ അതിന്റെ താഴെ ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷൻ വന്ന് 100% ആക്കി കൊടുക്കുക. ദെൻ അതിന്റെ താഴെ ആൽഫ ഓൾറെഡി 100 ഉണ്ടാവും. ദെൻ ഔട്ടർ ഗ്ലോ വന്ന് നിങ്ങൾക്ക് എത്ര ഗ്ലോ ആണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 100%ലേക്ക് തന്നെ സെറ്റ് ചെയ്യാണ്. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സോ നമുക്ക് അന്നേരം വേണമെന്നുണ്ടെങ്കിൽ അന്നേരം അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ അടുത്തൊരു എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ലെൻസ് ബ്ലർ ആണ്. നമ്മൾ ലെൻസ് ബ്ലർ ആഡ് ചെയ്യുക. ഇതും വന്ന് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ബ്ലറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ലെൻസ് ബ്ലർ എടുത്ത ശേഷം ഇതിന്റെ സ്ട്രെങ്ത് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഒരു 0.2 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 0.2 ഞാൻ ഇപ്പോൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലോ എഫക്റ്റ് വരുന്നത്. ദെൻ നമ്മൾ താഴെയുള്ള ലെയർ എനേബിൾ ചെയ്താൽ നമുക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഗ്ലോ എഫക്റ്റ് നിങ്ങൾ ജേഴ്സിയുടെ കളർ സെലക്ട് ചെയ്ത് മാറിപ്പോയി, അല്ലെങ്കിൽ ഇത്ര ഗ്ലോ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മുകളിലെ ലെയർ സെലക്ട് ചെയ്യുക. സോറി, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ലൈറ്റിലെ സ്ക്രീൻ ആക്കി കൊടുക്കണം. സോ ആ ഒരു ബ്ലെൻഡിങ് മോഡ് കൂടി സെറ്റ് ആക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗ്ലോ കുറച്ചധികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ബ്ലെൻഡിങ് മോഡിൽ വന്നിട്ട് ഇതേപോലെ കുറച്ച് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഫക്ട്സിൽ വരാം, ക്രോമാക്കിയിൽ വന്ന ശേഷം കളർ സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു പെൻ ടൂളിന്റെ താഴെയായിട്ടുള്ള ആ ഒരു ലെയർ മീൻസ് ആ ഒരു സെറ്റിംഗ്സ് സെറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കളർ എവിടെയാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു കളറിൽ വന്ന് ഇതേപോലെ ഗ്ലോ കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫേസ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫേസിലായിരിക്കും ഗ്ലോ വരിക. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഫേസിൽ കണ്ടില്ല ഒരു ചെറിയ ഗ്ലോ വന്നിട്ട് നമ്മൾ എവിടെയാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു കളറിലായിരിക്കും ഗ്ലോ വരിക. ഓക്കെ, ഇപ്പൊ ഞാൻ എഗെയിൻ നമ്മൾ ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാൻ ഇപ്പൊ എഗെയിൻ ബ്ലൂ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ എഗെയിൻ ആ ഒരു ജേഴ്സിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ ഗ്ലോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ കളർ ആ ഒരു സ്റ്റേഡിയത്തിന് ആ ഗ്ലോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്ലോ എഫക്റ്റ് സെറ്റ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.